Good morning, friends. Welcome to my channel Law, Life and Layouts. Today I am going to discuss a new topic in Vastu Shastram, study room. Importance of study room and its location in your dream house, and what are the changes to be made for getting more progress in learning of your children. These are all included in this topic. Don't forget it to subscribe, like and share this channel. For progress in studies of your children, they would chant some mantras before starting learning. This will be publishing shortly in the channel. Study room. A study room is one of the most important room in a house. The location and other important features are the following. പഠനമുറി ഒരു വീട്ടിലെ ഒരു പ്രധാന മുറിയാണ്. അതിൻ്റെ സ്ഥാനം മറ്റു കാര്യങ്ങളും ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇറ്റ് ലൊക്കേറ്റ്സ് ഇന്ദ്രജിത്ത് പദം. വാസ്തുശാസ്ത്രത്തിൽ ഈ 90 പദങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ദ്രജിത്ത് പദം എന്ന സ്ഥലത്തിലാണ് വാസ്തുശാസ്ത്ര പ്ലാനിൽ ഈ മുറി സ്റ്റഡി റൂം ഉണ്ടാകേണ്ടത്. ദാറ്റ് ഈസ് നിയർ സൗത്ത് വെസ്റ്റ് കോർണർ ഓഫ് എ കോർണർ. സൗത്ത് വെസ്റ്റ് കോർണറിൽ കന്നിമൂലയിൽ ചുമരുകളിൽ കന്നിമൂലയിലെ റൂമായിരിക്കണം. ദിസ് നിയർ സൗത്ത് വെസ്റ്റ് കോർണർ സ്മോൾ ഡിസ്റ്റൻസ് ഫ്രം സൗത്ത് വാൾ ആൻഡ് വെസ്റ്റ് വാൾ. അതായത് കന്നിമൂലയിലെ മുറിയിലെ മധ്യത്തിലായിരുന്നു കുട്ടികൾ പഠിക്കേണ്ടത്. സ്റ്റുഡൻസ് സിറ്റ് അറ്റ് മിഡിൽ ഓഫ് ദ റൂം ഫേസിങ് ഈസ്റ്റ് ഓർ നോർത്ത്. കുട്ടികൾ ആ മുറിയുടെ മധ്യത്തിൽ കിഴക്കഭിമുഖമായിട്ടോ അല്ലെങ്കിൽ നോർത്ത് അഭിമുഖമായിട്ടോ ഇരിക്കണം. മോർ വിൻഡോസ് ഇൻ ദാറ്റ് റൂം ഫോർ ഗെറ്റിംഗ് മോർ ലൈറ്റ് ആൻഡ് ഫ്രഷ് എയർ. ആ മുറിയിൽ കൂടുതൽ ജനൽവാതിലുകൾ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോർ ഗെറ്റിംഗ് മോർ ലൈറ്റ്, പ്രകാശവും എയറും ഫ്രഷ് എയറും കിട്ടാൻ വേണ്ടിയിട്ട് മുറിയിൽ വാതിലുകൾ ജനലുകളും വാതിലുകൾ കൂടുതലുണ്ടാകണം. കീപ് ഇൻഡോർ പ്ലാന്റ്സ് ടു ഗെറ്റ് മോർ ഓക്സിജൻ ഇൻ ദാറ്റ് റൂം. പഠനം ഊർജിതപ്പെടണമെങ്കിൽ ഓർമ്മശക്തി കൂടണമെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഓക്സിജൻ ലഭിക്കണം. അതുകൊണ്ട് കീപ് ഇൻഡോർ പ്ലാന്റ്സ് ടു ഗെറ്റ് മോർ ഓക്സിജൻ ഇൻ ദാറ്റ് റൂം. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ആ മുറിയിൽ ഉണ്ടായിരിക്കണം. ദ ടേബിൾ ആൻഡ് ചെയർ വുഡ് ബി മെയ്ഡ് അപ്പ് ഓഫ് സെയിം വുഡ് ഓൺലി. അത് കുട്ടികൾ പഠിക്കുന്ന മേശയും കസേരയും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കണം. അത് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെടാതെ മരമാണ് ഒരേ മരം തന്നെയായാൽ കൂടുതൽ നന്ന്. പക്ഷേ ഇരുമ്പ് കസേരയും മേശയും പാടില്ല. എ സ്റ്റഡി റൂം ഈസ് നോട്ട് എ ബെഡ്റൂം. എ സ്റ്റഡി റൂം ഈസ് നോട്ട് എ ബെഡ്റൂം. അതിൽ എന്താണ് ആ മുറിയിൽ കിടക്കുകയൊന്നും പാടില്ല. അത് ബെഡ്റൂമിൽ സ്റ്റഡി റൂം ആക്കാൻ പാടില്ല. അങ്ങനെയാണെന്നാൽ കുട്ടികൾക്ക് മടി പിടിക്കും, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കളയും. നോ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ടു ബി കെപ്റ്റ് ഇൻ ദ സ്റ്റഡി റൂം. ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ മുറിയിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അത് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കണം. ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ദ റൂം ഈസ് ഇൻ എൻ അറേഞ്ച് മാനർ. അതായത് ബുക്സും സ്റ്റഡി മെറ്റീരിയൽസും അറേഞ്ച് മാനർ, അതായത് അടുക്കും ചിട്ടയും കൂടി ഈ മുറിയിൽ വെക്കണം. എ ഗ്ലാസ് ഓഫ് വാട്ടർ മേ ബി കെപ്റ്റ് ഇൻ ദ റൂം വൈൽ സ്റ്റഡിങ്. അത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വെക്കുന്നത് നല്ലതാണ്. ഫാൻസ് മേ നോട്ട് ബി യൂസ്ഡ് ഇൻ ദ സ്റ്റഡി റൂം. എ സി ഈസ് പ്രിഫറബിൾ. ഫാൻ ഉപയോഗിക്കുന്നതിന് നല്ലത് എ സി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കുട്ടികൾക്ക് ഓർമ്മശക്തി നിലനിർത്താനൊക്കെ കൂടുതൽ സഹായിക്കും. ഫോർ എനി ഡൗട്ട്സ് വാട്സപ്പ് ടു മൈ നമ്പർ, ഡോണ്ട് കോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്യുക, വിളിക്കരുത്. താങ്ക് യു ടു ഓൾ.